അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നൂറ അദീസ് വേൾഡ്. ഇന്ന് നമുക്കൊരു ചിക്കൻ റോൾ റെസിപ്പി നോക്കാം. അതിനായി ആദ്യം അതിൻ്റെ ഫില്ലിങ്സ് ആണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അത് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് വഴട്ടിയെടുക്കുക. അതിലേക്ക് കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴട്ടിയെടുക്കുക. അത് നന്നായി വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ആ മിക്സിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തത്. ഇനി ഈ മിക്സ് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക. നന്നായി അതെല്ലാം ഒന്ന് സെറ്റായി വരണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായി 3/4 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി കലക്കിയെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കലക്കിയെടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഒരു പാനിൽ നമ്മൾ ദോശയ്ക്കൊക്കെ വീത്താറില്ലേ, അതുപോലെ കട്ടി കുറച്ച് വീത്തി പരത്തിയെടുക്കുക. അത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇനിയിപ്പോൾ മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതിനകത്ത് നിന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഫില്ലിങ്സ് ഒന്നും പുറത്തു പോകാൻ പാടില്ല. അതിനായി നന്നായി ഇതുപോലെ മടക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാം അതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മുട്ട എടുത്ത് നന്നായി മിക്സ് ചെയ്യുക. കൂടാതെ ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് ബ്രെഡ് ക്രംസും തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു റോൾ മുട്ടയിലും ഒന്ന് മുക്കിയെടുത്ത് അതിനുശേഷം ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. എണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രമേ അതിലേക്ക് ഇത് ഇടാൻ പാടുള്ളൂ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഇത് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ റോൾ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.